സംസ്ഥാനത്ത് വിഷു ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. വയനാട്ടിലും വിഷു ആഘോഷങ്ങൾക്ക് ഒന്നും കുറവില്ല. വിഷുക്കണി ഒരുക്കി എല്ലാവരും ആഘോഷങ്ങളിലേക്കൊക്കെ തന്നെ മെല്ലെ കടന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സർക്കാർ ടൗൺഷിപ്പ്, ഇത്തവണ സർക്കാർ ടൗൺഷിപ്പാണ് ഈ കൊല്ലത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ 178 ഉപഭോക്താക്കൾക്കാണ് വീട് കിട്ടിയത്. അവരെ സംബന്ധിച്ച് ഈ വർഷം ഒരു വിഷുക്കൈനീട്ടം കൂടിയാണ് ഈ സർക്കാർ ടൗൺഷിപ്പിലെ വീട് എന്നുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് അവിടെ വീട് കിട്ടിയ സുധാകരേട്ടനും കുടുംബമാണ്. സുധാകരേട്ടനെ സംബന്ധിച്ച് സുധാകരേട്ടന്റെ സഹോദരൻ സത്യേട്ടനും ആ തൊട്ടടുത്ത് തന്നെ വീട് കിട്ടിയിട്ടുണ്ട്. നറുക്കെടുപ്പിലൂടെയാണ് 20-21 നമ്പർ വീടുകൾ കിട്ടിയത്. എന്തായാലും ആദ്യം നമുക്ക് സുധാകരേട്ടനോട് വിശേഷങ്ങൾ ചോദിക്കാം. സുധാകരേട്ടന്റെ ഭാര്യയുണ്ട്, മകളുണ്ട്, മകളുടെ ഭർത്താവ്, 3 പേരക്കുട്ടികൾ, എല്ലാവരും ഉണ്ട്. സുധാകരേട്ട, ഇത്തവണ സർക്കാർ ടൗൺഷിപ്പിലെ വീട് വിഷുക്കൈ നീട്ടമാണ്. 2ാമത്തെ കൊല്ലമാണ് ദുരന്തം ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ ഈ ഒരു വിഷുവിനാണ് കുറച്ച് മധുരം കൂടുതൽ. കുറച്ചും കൂടി കഴിഞ്ഞ പ്രാവശ്യം അത്ര അങ്ങനെ തോന്നിയില്ല. എന്തായാലും വീടും തന്നു. ഇനിയിപ്പോൾ എന്തായാലും കുറഞ്ഞ ദിവസം കൊണ്ട് താമസമാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കിട്ടിയാൽ ഏട്ടനിക്കും അനിയനും ഏട്ടനും 2 പേരും അടുത്തടുത്ത് തന്നെയാണ്. ഞങ്ങൾ തറവാട്ടിൽ വീട് വെച്ചത് അങ്ങനെ തന്നെ. 3 പേരാണ് ഏട്ടനനിയന്മാർ. 3 ആളും അടുത്തടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏട്ടനിക്ക് 2ാം ഘട്ടത്തിലാണ് ഉള്ളത്. വളരെ സന്തോഷമുണ്ട്, സന്തോഷമായിരിക്കുന്നു. അതേപോലെ ഇപ്പം ഈ മാസവാടകയും ദിനപത്തൊക്കെ കൃത്യമായി തന്നെ കിട്ടുന്നു. എല്ലാം ഉണ്ട്. ഈ മാസം പിന്നെ ഇലക്ഷന്റെ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ച് വൈകിയത്. അത് 2 ദിവസം കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രുതി എങ്ങനെയാ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വളരെയധികം സന്തോഷം. ഈ വർഷത്തെ വിഷു ഇപ്പൊ ഇവിടെ വാടക വീട്ടിലാണ്. ഇനി വരുന്ന വർഷം ഇനിയിപ്പോ വിഷു നമുക്ക് പുതിയ ടൗൺഷിപ്പിലോട്ട് വീട് മാറിയിട്ട് അങ്ങോട്ടേക്ക് ആക്കാന്നുള്ള സന്തോഷത്തിലാണ്. ഒരുപാട് സന്തോഷം. ഗൗരി. ഋതു കൃഷ്ണ. എന്താ വിഷു ആയിട്ട് എന്താ പരിപാടി? വിഷു എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? കണി വെക്കുക. അതാണ് ഓർമ്മ വരിക. എനിക്ക് പണ്ട് എന്താ ഓർമ്മ വരിക എന്നറിയാം? കാശ്. അത് കാശ്, പണം, തുട്ട്, മണി. വിഷു എന്ന് പറഞ്ഞാൽ അതാണ്. വിഷു കൈനീട്ടം വേണ്ടേ? കൈനീട്ടം കിട്ടൂലേ? ഇപ്പൊ കിട്ടിയോ? ഇത്തവണ വയനാട്ടിലെ ടൗൺഷിപ്പ് കിട്ടിയതിന് ശേഷമുള്ള അവരുടെ വിഷുവും ഗംഭീരമാണ് എന്നുള്ളതാണ്. അവരിനിയിപ്പോൾ സദ്യ അടക്കമുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുകയാണ്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.